എല്ലാവർക്കും നമസ്കാരം. ശബരിമലയിൽ സ്വാമി അയ്യപ്പന് നിവേദിക്കുന്ന അരവണയ്ക്ക് ഉപയോഗിക്കുന്ന നെയ്യിൽ ഒരു വലിയ അഴിമതി നടന്നിട്ടുണ്ടോ? കേരള ഹൈക്കോടതി ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. 2025-26 മണ്ഡല മകരവിളക്ക് സീസണിൽ മിൽമ ശബരിമലയ്ക്ക് നൽകിയ നെയ്യിൻ്റെ സംഭരണത്തിലും വിതരണത്തിലും ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ നടന്നുവെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ലിറ്ററിന് 369 രൂപയ്ക്ക് ലഭിക്കുമായിരുന്ന നെയ്യ് 510 രൂപ കൊടുത്ത് മിൽമയിൽ നിന്ന് വാങ്ങിയത് എന്തിനായിരുന്നു? 2.25 കോടിയിലധികം രൂപ ഇതുമൂലം സർക്കാർ ഖജനാവിന് നഷ്ടമുണ്ടായിട്ടുണ്ടോ? വിതരണം ചെയ്തു എന്ന് പറയപ്പെടുന്ന നെയ്യ് മുഴുവൻ ശബരിമലയിൽ എത്തിയോ എന്ന് പോലും കോടതി ഇപ്പോൾ സംശയിക്കുന്നു. ദേവസ്വം ബെഞ്ചിലെ ജസ്റ്റിസ് രാജ വിജയരാഘവനും ജസ്റ്റിസ് കെ വി ജയകുമാറും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഈ വിഷയത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. എന്താണ് ഈ കേസിൻ്റെ പൂർണ്ണ വിശദാംശങ്ങൾ? ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? കോടതി ഇതിൽ എന്തൊക്കെയാണ് സംശയിക്കുന്നത്? നോക്കാം. മണ്ഡല മകരവിളക്ക് സീസണിൽ ശബരിമലയിലേക്ക് മായം കലർന്ന നെയ്യ് കൊണ്ടുപോയി എന്ന വാർത്തകൾ ദൃശ്യമാധ്യമങ്ങളിലും പത്രങ്ങളിലുമെല്ലാം വന്നതിനെ തുടർന്നാണ് ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസറോട് വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്താനായിട്ട് കോടതി നിർദ്ദേശിച്ചത്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. ഈ ഓഗസ്റ്റ് മാസം 2-ാം തീയതി സമർപ്പിച്ച പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ് കോടതിക്ക് മുന്നിൽ ആദ്യം എത്തുന്നത്. ഈ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം ആരോപണങ്ങൾ അതീവ ഗുരുതരമാണെന്നും അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായിട്ടുള്ള ഒരു വിജിലൻസ് അന്വേഷണം ഈ വിഷയത്തിൽ ആവശ്യമാണ് എന്നും കോടതി പ്രഥമ ദൃഷ്ട്യാ വിലയിരുത്തുന്നുണ്ട്. ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡ് നെയ്യ് സംഭരണത്തിനായി ഈ ടെൻഡർ ക്ഷണിച്ചിരുന്നു. 6 സ്ഥാപനങ്ങളാണ് ഈ ടെൻഡറിൽ പങ്കെടുത്തത്. അതിൽ തമിഴ്നാട്ടിലെ കുങ്കുമരാജ് ഡയറി ലിറ്ററിന് ഏറ്റവും കുറഞ്ഞ വിലയായിട്ടുള്ള 369 രൂപ കോട്ട് ചെയ്ത് L1 ബിഡറായിട്ട് മാറി. കൊച്ചിയിലെ സ്വാമി അയ്യപ്പ എൻ്റർപ്രൈസസ് 375 രൂപയ്ക്ക് L2 ബിഡറായി മാറി. തമിഴ്നാട്ടിലെ ശ്രീ വെങ്കടേശ്വര ട്രേഡേഴ്സ് 376 രൂപയ്ക്ക് L3 ആയിട്ടും ലിസ്റ്റ് ചെയ്യപ്പെട്ടു. ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി പരിശോധിച്ചപ്പോൾ L1, L2 സാമ്പിളുകൾ ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിച്ചതായിട്ട് കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ ഈ ടെൻഡർ നടപടികൾ നിലനിൽക്കെ തന്നെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ശ്രീ മുരാരി ബാബു 2024 ഡിസംബർ 30 ഒരു കത്ത് നൽകി. നമുക്കറിയാം, ശ്രീ മുരാരി ബാബു ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. മിൽമ നെയ്യ് ഉപയോഗിച്ചാൽ അരവണ തയ്യാറാക്കാൻ കുറഞ്ഞ അളവ് മാത്രം നെയ്യ് മതിയാകും എന്നും ഗുണനിലവാരവും മണവും മെച്ചപ്പെടുമെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. മിൽമ ഒരു സർക്കാർ സ്ഥാപനമായതുകൊണ്ട് തന്നെ അതിന് മുൻഗണന നൽകണമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട്. ലിറ്ററിന് 510 രൂപ എന്ന ഉയർന്ന വിലയായിരുന്നിട്ടും ഈ വാദമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. എന്നാൽ ഈ നിർദ്ദേശത്തെ ദേവസ്വം കമ്മീഷണർ അതിശക്തമായി എതിർത്തു. 2025 ഏപ്രിൽ മാസം 3 നൽകിയിരുന്ന ഒരു കത്തിൽ മിൽമ നെയ്യുടെ ഗുണനിലവാരം മെച്ചമാണ് എന്ന അനുമാനത്തിന് ശാസ്ത്രീയമായിട്ടുള്ള ഏതെങ്കിലും പഠനത്തിൻ്റെയോ പരിശോധനയുടെയോ പിൻബലമില്ല എന്ന് കമ്മീഷണർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അരവണ തയ്യാറാക്കാൻ വേണ്ടുന്ന നെയ്യുടെ അളവ് 10 ലിറ്ററിൽ നിന്ന് 7 ലിറ്ററായി കുറയ്ക്കാമെന്നുള്ള വാദവും എക്സിക്യൂട്ടീവ് ഓഫീസറുടെ മാത്രം അനുമാനമാണ് എന്നും അതിന് അനുഭവസാക്ഷ്യമായിട്ടുള്ള തെളിവുകളില്ല എന്നും കമ്മീഷണർ വ്യക്തമാക്കി. ലിറ്ററിന് 510 രൂപ എന്ന ഉയർന്ന വിലയെക്കുറിച്ചും അദ്ദേഹം ഗുരുതരമായിട്ടുള്ള എതിർപ്പും ആശങ്കയും രേഖപ്പെടുത്തി. എന്നാൽ ഈ എതിർപ്പുകളെയെല്ലാം പാടെ അവഗണിച്ചുകൊണ്ട് ബോർഡ് പ്രസിഡന്റായിരുന്ന ശ്രീ PS പ്രശാന്തും മറ്റംഗങ്ങളും ചേർന്ന് മിൽമയിൽ നിന്ന് നെയ്യ് പ്രൊക്യൂർ ചെയ്യാനുള്ള നിർദ്ദേശം അംഗീകരിക്കുകയും ഈ ടെൻഡർ വഴി നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന L1, L2, L3 ആൾക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും റദ്ദാക്കുകയും ചെയ്തു. അങ്ങനെ 2025 ഓഗസ്റ്റ് മാസം 6-ാം തീയതി, അതായത് ഒരു വർഷം മുൻപ്, 1,65,000 ലിറ്റർ നെയ്യ് ലിറ്ററിന് 510 രൂപ നിരക്കിൽ മിൽമയിൽ നിന്ന് വാങ്ങാനായി ബോർഡ് ഔദ്യോഗികമായി അനുമതി നൽകി. യഥാർത്ഥത്തിൽ L1 ബിഡറിൽ നിന്ന് വാങ്ങിയിരുന്നുവെങ്കിൽ 2,27,00,000-ലധികം രൂപ ലാഭിക്കാമായിരുന്നു എന്നുള്ളതാണ് കണക്ക്. അത്രയും നഷ്ടം നമ്മുടെ ദേവസ്വം ബോർഡിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഇവർ എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടും അന്വേഷിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡിന് അത്രത്തോളം നഷ്ടമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഡീലിന് PS പ്രശാന്തും മറ്റംഗങ്ങളും പോയത് എന്നുള്ളതാണ് ഇതിലെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം. ഇനി ദേവസ്വം വിജിലൻസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു ഗുരുതരമായിട്ടുള്ള കണ്ടെത്തൽ കൂടിയുണ്ട്. മിൽമ വിതരണം ചെയ്തു എന്ന് അവകാശപ്പെടുന്ന 1,61,535 ലിറ്റർ നെയ്യ് മുഴുവനായും ശബരിമല സന്നിധാനത്ത് എത്തിയോ എന്ന കാര്യത്തിൽ ചീഫ് വിജിലൻസ് ഓഫീസർ ഗുരുതരമായിട്ടുള്ള സംശയം രേഖപ്പെടുത്തുന്നുണ്ട്. ഇതിന് ഒരു കൃത്യമായ പശ്ചാത്തലമുണ്ട്. കഴിഞ്ഞ വർഷം നവംബർ 28-ാം തീയതി മറ്റൊരു കേസിൽ ഹൈക്കോടതി ഒരു ഉത്തരവിട്ടിരുന്നു. നെയ്യഭിഷേകത്തിന് ശേഷം ഭക്തരിൽ നിന്ന് ബാക്കി വരുന്ന നെയ്യ് സന്നിധാനത്തെ മേൽശാന്തിമാരും ശാന്തിമാരും ശേഖരിക്കരുതെന്നും പാത്രങ്ങളിൽ സൂക്ഷിച്ചിട്ടുള്ള നെയ്യ് മുഴുവൻ ദേവസ്വം ബോർഡിൻ്റെ അധികാരികൾക്ക് കൈമാറണമെന്നും. ഈ ഉത്തരവിൻ്റെ ഫലമായി സന്നിധാനത്ത് വലിയ അളവിൽ നെയ്യ് സംഭരിക്കപ്പെട്ടിരുന്നു. സംഭരണ ടാങ്കുകളെല്ലാം തന്നെ നിറഞ്ഞു കവിയുന്ന അവസ്ഥയിലായിരുന്നുവെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇത്രയും നെയ്യ് നിലവിലുണ്ടായിരിക്കെ അധിക നെയ്യ് ഉയർന്ന വിലയ്ക്ക് മിൽമയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യം എന്തായിരുന്നു എന്നുള്ള ചോദ്യമാണ് ഇവിടെ കോടതി പ്രധാനമായും ഉന്നയിക്കുന്നത്.
ഇനി നെയ്യ് സ്വീകരിക്കുന്ന സമയത്ത് അതിൻ്റെ ഗുണനിലവാരം ശരിയായി പരിശോധിക്കേണ്ടതാണ്. പക്ഷേ അത് പരിശോധിച്ചിരുന്നില്ല എന്നതാണ് മറ്റൊരു ഗുരുതരമായിട്ടുള്ള കണ്ടെത്തൽ. ദേവസ്വം ബോർഡ് ഇതിനായി ആശ്രയിച്ചത് സോനായി കോപ്പറേറ്റീവ് ഡയറി നൽകിയ ഗുണനിലവാര സർട്ടിഫിക്കറ്റാണ്. എന്നാൽ യഥാർത്ഥത്തിൽ മിൽമ കൊണ്ടുവന്ന് വിതരണം ചെയ്ത നെയ്യ് ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി സ്വതന്ത്രമായി പരിശോധിച്ചിരുന്നില്ല. അന്വേഷണത്തിന്റെ ഭാഗമായി ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയത് 2025 ഒക്ടോബർ മാസം 10-ാം തീയതി 5 ക്യാനുകളിൽ നിന്നും, നവംബർ മാസം 7-ാം തീയതി 1 ക്യാനിൽ നിന്നും, ഡിസംബർ മാസം 15-ാം തീയതി 1 ക്യാനിൽ നിന്നും മാത്രമാണ് ഇവർ സാമ്പിളുകൾ ശേഖരിച്ചത് എന്നാണ്. അതിനുശേഷം ഒരു സാമ്പിൾ പോലും പരിശോധിച്ചിട്ടില്ല. അതായത് കഴിഞ്ഞ വർഷം ഡിസംബർ 15-ന് ശേഷം സന്നിധാനത്ത് യഥാർത്ഥത്തിൽ നെയ്യ് ലഭിച്ചോ എന്ന് പോലും വിജിലൻസ് ഉദ്യോഗസ്ഥൻ സംശയം പ്രകടിപ്പിക്കുകയാണ്. സാധാരണഗതിയിൽ 5000 ലിറ്റർ ടാങ്കിന് ഒരു ബാച്ച് നമ്പർ എന്ന കണക്കിൽ ഏകദേശം 333 ക്യാനുകൾ ഉൾപ്പെടേണ്ടുന്ന സ്ഥലത്ത് ഈ കേസിൽ ഏകദേശം 1000 ക്യാനുകൾക്ക് ഒറ്റ ബാച്ച് നമ്പർ നൽകിയിരിക്കുന്നതും റെക്കോർഡുകളുടെ വിശ്വാസ്യതയെക്കുറിച്ച് സംശയമുണ്ടാക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും അസ്വസ്ഥപ്പെടുത്തുന്ന കണ്ടെത്തലുകളിലൊന്ന് മിൽമ തന്നെ നടത്തിയ നെയ്യ് സംഭരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ദേവസ്വം ബോർഡിൻ്റെ വിതരണ ഉത്തരവ് കഴിഞ്ഞ വർഷം ജൂലൈ 26-ന് പത്തനംതിട്ട ഡിപ്പോയിൽ എത്തിയതിനു ശേഷം മിൽമ പൂനെയിലെ സോനായി കോപ്പറേറ്റീവ് ഡയറിയിൽ നിന്ന് 24,970 കിലോഗ്രാം നെയ്യ് ലിറ്ററിന് 497 രൂപ നിരക്കിൽ വാങ്ങിയിരുന്നു. ഓണം സീസണിലെ ഡിമാൻഡ് നിറവേറ്റാനാണ് ഈ സംഭരണം എന്നതായിരുന്നു മിൽമയുടെ വിശദീകരണം. എന്നാൽ 2023-24 വർഷങ്ങളിൽ പത്തനംതിട്ട ഡയറി പുറത്തുനിന്ന് നെയ്യ് വാങ്ങിയിട്ടില്ല എന്ന വസ്തുത കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ വിശദീകരണം തീരെ ബോധ്യപ്പെടുന്നതല്ല എന്നാണ് വിജിലൻസിൻ്റെ കണ്ടെത്തൽ. അതായത് ദേവസ്വം ബോർഡിൻ്റെ ഓർഡർ വന്നതിന് തൊട്ടു പിന്നാലെ ഈ സംഭരണം നടന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യം. സ്വാഭാവികമായിട്ടും ശബരിമലയിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണോ അധികമായിട്ട് ഈ നെയ്യ് സംഭരിച്ചത് എന്നുള്ള ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ വസ്തുതകളെല്ലാം പരിഗണിച്ചതിന് ശേഷം ദേവസ്വം ബോർഡിന് സാമ്പത്തിക നഷ്ടം സംഭവിക്കാനും പൊതുഖജനാവ് ദുരുപയോഗം ചെയ്യപ്പെട്ടിരിക്കാനും സാധ്യതയുണ്ട് എന്ന് കണ്ടെത്തിയ ഹൈക്കോടതി വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ഡയറക്ടറോട് ഉദ്യോഗസ്ഥ സംഘത്തെ രൂപീകരിച്ച് പ്രാഥമിക റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അഴിമതി നിരോധന നിയമത്തിലെ സെക്ഷൻ 17A പ്രകാരമുള്ള മുൻകൂർ അനുമതി ഈ കേസിൽ ആവശ്യമില്ല എന്നും കോടതി പറയുന്നുണ്ട്. 1 മാസത്തിനകം അന്വേഷണത്തിൻ്റെ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും അന്വേഷണ വിവരങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കാൻ പാടില്ല എന്നും പ്രത്യേകമായിട്ട് നിർദ്ദേശമുണ്ട്. ഇന്നലെ കോടതി ഈ കേസ് വീണ്ടും പരിഗണിച്ചപ്പോൾ വിജിലൻസ് സ്പെഷ്യൽ സെല്ലിലെ SP MJ സോജൻ IPSനെ അന്വേഷണ സംഘത്തിൻ്റെ തലവനായി നിയമിക്കാനായിട്ട് കോടതി നിർദ്ദേശിച്ചു. ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം, ശബരിമലയിലെ വിവിധ കൗണ്ടറുകളിൽ ആടിയ ശിഷ്ടം നെയ്യ് വരുമാനവുമായി ബന്ധപ്പെട്ട് ക്രമക്കേട് അന്വേഷിക്കുന്ന അതേ ഉദ്യോഗസ്ഥനെ തന്നെയാണ് ഈ കേസിൻ്റെ ചുമതലയും കോടതി ഏൽപ്പിച്ചത് എന്നുള്ളതാണ്. നേരത്തെ ഈ വിഷയത്തിൽ കോടതി പ്രത്യേക ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. 2 കേസുകളും ഒരേ ഉദ്യോഗസ്ഥൻ്റെ കീഴിൽ കൊണ്ടുവരുന്നത് അന്വേഷണത്തിൻ്റെ തുടർച്ചയും ഏകോപനവും ഉറപ്പാക്കാനാണ് എന്നാണ് കോടതി പറയുന്നത്. നമ്മളൊരു കാര്യം ആലോചിച്ച് നോക്കേണ്ടത്, കോടിക്കണക്കിന് ഭക്തർ ദർശനം നടത്തുന്ന ശബരിമലയിൽ അവിടെ നിവേദിക്കുന്ന അരവണയുടെ പവിത്രതയുമായി ബന്ധപ്പെട്ട ഗുരുതരമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ കേസ് ഉയർത്തുന്നത്. ടെൻഡർ നടപടികൾ അട്ടിമറിച്ചത് മുതൽ ഗുണനിലവാര പരിശോധനയിലെ വീഴ്ചകൾ വരെ വിജിലൻസ് അന്വേഷണം ചൂണ്ടിക്കാട്ടുന്ന ഓരോ വസ്തുതയും ഗൗരവമുള്ളതാണ്. ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള സ്വർണം മുഴുവനും അടിച്ചുകൊണ്ടുപോയിരുന്ന അതേ സാമദ്രോഹികൾ തന്നെ ഇങ്ങനെ നെയ്യും കടത്തുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അങ്ങനെയെങ്കിൽ ദേവസ്വം ബോർഡ് എന്നുള്ള ഒരു സ്ഥാപനത്തിൻ്റെ മറവിൽ, അതിൻ്റെ ഓട്ടോണമസ് അധികാരത്തിൻ്റെ മറവിൽ രാഷ്ട്രീയമായിട്ട് താല്പര്യമുള്ള ആൾക്കാരും അതിൻ്റെ അധികൃതരായിട്ടുള്ള ആൾക്കാരും എല്ലാം ചേർന്ന് അയ്യപ്പൻ്റെ സ്വത്ത്, അത് ആൾക്കാർ കാണിക്കയായി കൊടുത്തതാണെങ്കിലും ഇനി ആ സ്വത്തിൽ നിന്ന് മറ്റു കാര്യങ്ങൾ പ്രൊക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെലവിട്ടിരിക്കുന്ന പൈസയാണെങ്കിലും എല്ലാം അവിടെ തട്ടിയെടുക്കുകയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും സ്വർണ്ണക്കൊള്ളയ്ക്ക് ശേഷം ഇപ്പോൾ ശബരിമലയിലെ നെയ്ക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടാണ് ആരോപണങ്ങൾ ഉയരുന്നത്. PS പ്രശാന്ത് മറ്റ് കേസുകളിൽ ഇതിനോടകം തന്നെ പ്രതിയാണ് എന്ന് നമുക്കറിയാം. എന്തായാലും ഗുരുതരമായിട്ടുള്ള ഈ വിഷയവും അതിൻ്റെ കൃത്യമായിട്ടുള്ള ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് എത്തിക്കാൻ ഈ അന്വേഷണ സംഘത്തിന് കഴിയട്ടെ എന്നും അയ്യപ്പൻ്റെ സ്വത്തിൽ കൈവച്ചിരിക്കുന്ന ഏതൊരു സാമദ്രോഹിയും മാതൃകാപരമായി ശിക്ഷിക്കപ്പെടട്ടെ എന്നും മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. സ്വാമി ശരണം. ജയ് ഹിന്ദ്.